guys, so welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മുടെ മഴയൊക്കെ ആയിട്ട് ജസ്റ്റ് പുറത്തിറങ്ങിയതാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. ഹാഷിമ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തൊരു കടയുണ്ട്, ഷെഫീഖിൻ്റെ തട്ടുകട. അവിടെ പോകാമെന്ന് വിചാരിച്ചു. അവിടുത്തെ നല്ല അടിപൊളി ബീഫ് ഫ്രൈയും പിന്നെന്താ നെയ്ച്ചോറ്, പുട്ട്, പോട്ടി, പിന്നെ കപ്പയിൽ ഇപ്പോൾ തീർന്നിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ സമയം 9 മണിയായി. സന്ധ്യാസമയത്തൊക്കെ സംഭവം തീരും. അപ്പോൾ അവിടെ ജസ്റ്റ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെ എങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. മെയിനായിട്ട് ഇവിടെ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടാസ്ക്. ചെറിയൊരു കടയാണ്, പക്ഷേ ഫുഡ് നല്ല ടേസ്റ്റാണ്. എങ്ങനെയുണ്ട്? പുട്ടും കട്ടനും പിന്നെ പുട്ടും ബീഫും കട്ടനും. നമ്മളങ്ങനെ കഴിച്ചിട്ട് ബീഫ് കൊള്ളാമല്ലേ? ഇറങ്ങി. ബീഫ് അടിപൊളിയായിരുന്നു. അവിടുത്തെ ബീഫ് ഫ്രൈ ഒരു എന്തോ പ്രത്യേക ടേസ്റ്റ് ആണ്. നമ്മൾ വീട്ടിലുണ്ടാക്കി അങ്ങനെ കിട്ടൂല. പൊതുവെ എല്ലാവരും പറയണത് ഇങ്ങനെ ചൂടാക്കി ഇങ്ങനെ എടുത്ത് അങ്ങനെ ടേസ്റ്റ് കൂടണേന്ന് പൊതുവെ എല്ലാരും പറയണ കേട്ടിട്ടുണ്ട്. പിന്നെ ബീഫ് അടിപൊളി, അതാ ഞാൻ പറയാം, ബീഫ് അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരു പൊതുവെ ഇങ്ങനെ എല്ലാരും പറയണ കേൾക്കാറുണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മൾ പോകുന്നത്, ഞാൻ കുറേ നാളായി വേഫിള് കഴിക്കണമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പൊ കഴിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ പ്രഗ്നൻസി കഴിഞ്ഞ് പിന്നെ മധുരത്തിനോട് ഓവറായിട്ട് ഞാൻ അഡിക്റ്റഡ് ആണ്. അതിൻ്റെ വണ്ണം വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച്. അപ്പോൾ അങ്ങനെ ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഒട്ടും മധുരം കഴിച്ചിട്ടില്ല. ഒട്ടും തന്നെ കഴിച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനങ്ങളൊക്കെ ഞാൻ വെറുത്തായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ ഒരു 40 കുളി എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മധുരത്തിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. ഭയങ്കര ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന്. പിന്നെ ഇത്തിരി കുറവുണ്ട്. പക്ഷെ നേരത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് ലഡു ഒന്നും ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ലോണം കഴിക്കും അതൊക്കെ. എനിക്ക് ഇപ്പൊ എരിവൊക്കെ തിന്നു വെച്ചിട്ട് മധുരം തിന്നാവുന്നു. അപ്പൊ ഞാൻ അത് കഴിക്കാൻ വേണ്ടി പോവാണ്. സോ നമ്മൾ മെഴ്സിലീസ് കെഫി എത്തി. ന്യൂട്ടല്ല കിറ്റ്കാറ്റ് വേഫിൾ. കറണ്ട് പോയി അതുകൊണ്ട് വേഫിള് കിട്ടൂല. അങ്ങനെ ഞങ്ങൾ അവസാനം ബ്രോഫിൾസിലാണ് വന്നത്, പെരുമ്പാവൂര്. അവിടെ കറണ്ട് പോയതുകൊണ്ട് കിട്ടിയില്ലൊന്നും. നോക്കട്ടെ, കുറെ ഉള്ളോണ്ടേ. സ്ട്രോബെറി ബബിൾ പ്ലാറ്റ് ട്രിപ്പിൾ മതിയാ. സ്ട്രോബെറി ഇത് അവൈലബിൾ ആണോ? എന്താ ഈ ബബിൾ വേഫിൾ തന്നെ ഉണ്ടാവില്ലേ? അത് ന്യൂട്ടല്ല ആക്കി തരാൻ പറ്റുമോ? ഇത് ന്യൂട്ടല്ല ടോപ്പ് ചെയ്തിട്ട് ഇതുപോലെ നട്ട്സ് ഇട്ടിട്ട്. അല്ല, ഒരു നെയ്ക്ക് ന്യൂട്ടല്ല, പിന്നെ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട്. എന്താ പറഞ്ഞേ? 2 ന്യൂട്ടല്ല. ഓക്കെ, സെറ്റ്. കിട്ടിയാ? കിട്ടി. എത്രയായി? 198. ബില്ലടിക്കാൻ വേണ്ടി പോവാണ്. വേണം. എന്നാ വയ്യ. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഡാർക്ക് ഫാൻറ്റസി, വൈറ്റ് ഫാൻറ്റസി, കുറേ. സ്ട്രോബെറി ഇപ്പോൾ അവൈലബിൾ അല്ലേ? ഞാൻ അത് ചോദിച്ചത്. ഏതോ ദൈവം
ഗൈസ് വേഫിൾ റെഡി. ആദ്യം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ന്യൂട്ടെല്ല മീൻസ് ഗൈസ്, നിങ്ങൾ ആരെങ്കിലും പെരുമ്പാവൂര് ഈ ബ്രോഫിൾസ് എന്ന് പറഞ്ഞ പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അമൽ പാലസിന്റെ അവിടെ. അപ്പൊ അവരുടെ അടുത്ത് മണ്ടന്മാരാണ് ഇവിടുത്തെ സ്റ്റാഫ്സ്. കാരണം ആദ്യം സ്ട്രോബെറിയുടെ ഇത് ചോദിച്ചു. അപ്പൊ അവർക്ക് ഇത് അവൈലബിൾ ആണ്. ഇപ്പൊ എന്ത് പറഞ്ഞു, ഫ്രൂട്ട്സ് ഇല്ലെന്നാണ് പറയണത്. പക്ഷെ അവർ പറയണത് പോലും നമുക്ക് മനസ്സിലാവണില്ല. രണ്ടാമത്തെ മെയിൻ കാര്യം, ഞാൻ ന്യൂട്ടെല്ല വേഫിൾ ആണ് പറഞ്ഞത്. എന്നിട്ട് അവരെടുത്ത് തന്നേക്കണത് എന്താ വൈറ്റ് ചോക്ലേറ്റ് മിക്സ് ചെയ്ത് തീർന്നത്. ഈ വൈറ്റ് ചോക്ലേറ്റ് മിക്സ് ചെയ്ത വേഫിൾ എടുത്തിട്ടുണ്ട്, ഇതാ ന്യൂട്ടെല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു, ബ്രോ ഇതെല്ലാം ന്യൂട്ടെല്ല എന്ന് പറഞ്ഞ് ന്യൂട്ടെല്ലയുടെ ഒരു പിക്ചർ ഗൂഗിളിൽ എടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പൊ അവർ ഇതാണ് മാഡം എന്ന് പറഞ്ഞ മിൽക്ക് ചോക്ലേറ്റ് ഇട്ടിട്ടാണ് എനിക്കിപ്പോ ഇത് തന്നേക്കുന്നത്. ഞാൻ ന്യൂട്ടെല്ല ചോദിച്ചിട്ട് മേഴ്സിഡീസിൽ കറണ്ട് പോയോണ്ടല്ലേ അവിടെ നിന്ന് വെച്ചാൽ. അല്ല, ഞാൻ പറയണ അവിടുന്ന് കഴിക്കുകയാണെങ്കിൽ അവർ അതനുസരിച്ചുള്ള ഇത് തരുള്ളൂ. പക്ഷെ ഇത് ഇവന്മാർക്ക് ഒന്നും അറിയാൻ പാടില്ല. ചുമ്മാ വേഫിൾ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടേക്കാണ്. കഴിച്ചിട്ട് എങ്ങനെ നോക്കട്ടെ. ഇവരാണ് എന്റെ ഓണേഴ്സ്. 4 പേര്. ഇവരൊന്നല്ല, 4 പേര്. ആ 4 പേര്. പെരുമ്പാവൂരാ? അല്ല, അവര് തമിഴന്മാരാണ്. ഇവിടെ വന്നിട്ട് ഷോപ്പ് ഇട്ടേക്കണേ. അവർക്ക് 3ാമത്തെ ഔട്ട്ലെറ്റ് എന്തോ ആണിത്. അതിന്റെ കുറവാണ് ഈ കാണുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ അങ്ങനെ വേഫിള് കഴിച്ചു കഴിഞ്ഞു. നല്ല പൊട്ട വേഫിളായിരുന്നു. ആ മിൽക്ക് ചോക്ലേറ്റിന്റെ ആ ഒരു ഭാഗം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ആ ചോക്ലേറ്റ് ഇവരുണ്ടാക്കണല്ലോ, പുറത്ത് കമ്പനികൾ കൊണ്ടുവരുന്നത്. സംഭവം അറിയോ, ഈ ഡാർക്ക് ചോക്ലേറ്റിന്റെ അവർ ഇട്ട് വെച്ചേക്കണത് മിൽക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ കവറിലാണ്, ഡപ്പിലാണ്. അവര് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് ഇത് മിൽക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഒന്നും അറിയില്ല. അയാൾക്കാണെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ട് ചൂടാവണം എന്റെ അടുത്ത്. ഞാൻ ന്യൂട്ടെല്ലയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ബ്രോ ഇതാണ് ഒറിജിനൽ ന്യൂട്ടെല്ല, ഞാൻ ഇതാണ് ചോദിച്ചത്. അപ്പൊ പുള്ളി ഒരു മിൽക്ക് ചോക്ലേറ്റിന്റെ കളറാണല്ലോ ന്യൂട്ടെല്ലയ്ക്ക്. അപ്പൊ അത് പുള്ളി ഇതാണ് ഡാർക്ക് ചോക്ലേറ്റ്. വൈറ്റ് എന്നിട്ട് അത് കാണിച്ചു തന്നെ ഈ പുള്ളി. ഫ്രൂട്ട്സ് ചോദിച്ചപ്പോ ഫ്രൂട്ട്സ് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ബ്രൂട്ട്സ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ബ്രൂട്ട്സ്. പിന്നെ ആശിമ ഒന്നുകൂടെ ഒക്കെ ചോദിച്ചു എന്ത്. അപ്പൊ ആശിമ ഹിന്ദിയിൽ സംസാരിച്ചു. എന്തെങ്കിലും ഹിന്ദിയാണെന്ന് ചോദിച്ചപ്പോ ഫ്രൂട്ട്സ് ഇടണം. പിന്നെ മനസ്സിലായി ഫ്രൂട്ട്സ് ഇപ്പില്ല, സ്ട്രോബെറി വേഫിൾ ആദ്യം പറഞ്ഞത്. അപ്പൊ അത് അവൈലബിൾ അല്ലാന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. അതൊക്കെ ഓക്കെ, അത് തന്നില്ല. ഓക്കെ, ന്യൂട്ടെല്ല തന്നില്ലാത്തതല്ല. വേഫിള് അത്ര വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല. മെഴ്സിഡീസിൽ നിന്ന് കഴിക്കുന്നതാണ് എപ്പോഴും അടിപൊളി. അവിടെ കറണ്ട് പോയത് കൊണ്ടാണ് അങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ കഴിച്ച് ചെല്ലുന്തോറും ആ മുട്ടയുടെ ഒരു ഇങ്ങനെ കുത്ത് കയറി വരണ്ട്. മുട്ടയെ വെച്ചിട്ടാണല്ലോ വേഫിള് മിക്സ് ചെയ്യണത്. ഇവിടെ പെരുമ്പാവൂര് കഴിക്കാൻ നല്ലത് എപ്പോഴും ബീഫാണ്. നമ്മളന്ന് കഴിച്ചിട്ട് നല്ലതല്ലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പ്രഗ്നൻസി കഴിഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ക്രാംസ് അല്ല. മെഴ്സിഡീസ് എപ്പോഴും നല്ലതാണ്. അത് ബ്രാൻഡാണ്. ഇത് ബ്രോഫിൾസ് അവന്മാര് വെറുതെ തുടങ്ങിയേക്കണത്. അങ്ങനെയല്ല പറഞ്ഞ ഫോണിന് മുമ്പ് ശരിയാണ്. എന്താ, കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാമില് പല ഇതും കാണുമല്ലോ, അവര് ഭയങ്കര ഹൈപ്പോട് ഇടുന്നുണ്ട് ഓരോ വ്ളോഗേഴ്സ്. അപ്പൊ നമ്മൾ അത് ഓർത്തിട്ട് പോയി കഴിക്കും. പക്ഷെ സംഭവം നല്ല ടേസ്റ്റ് ആണ്. ഇത് കഴിച്ചിട്ട് ഇനി എന്തൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവും എനിക്ക് അറിയാൻ പാടില്ല. അവര് അത്രയും സെറ്റപ്പ് ആയിട്ടൊന്നല്ല ഉണ്ടാക്കി തന്നേക്കുന്നത്. അതെ, എന്തൊക്കെയോ ഓർക്കാനായിട്ടുള്ള എന്റെ ആഗ്രഹം പോയി വേഫിൾ കഴിക്കുന്നത്. കുറെ കാലത്തേക്ക് വേഫിൾ ഒന്നുമില്ല. മാഷാ അല്ലാഹ്, അത് നല്ല കാര്യം. കുഞ്ഞു വ്ളോഗായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് പുറത്തോടെ നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചത് ഒരു വ്ളോഗ് എടുത്തതാണ്. അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ആൻഡ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം. സോ ടാറ്റാ, ബൈ ബൈ.